സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലായി തുടങ്ങിയതായി മുജാഹിദ് നേതാവ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. മുജാഹിദ് പിളർപ്പുമായി ബന്ധപ്പെട്ട് ഈ അടുത്തുണ്ടായ കോടതി വിധി മറുഭാഗത്തിന് അനുകൂലമാണെന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വിജയകരമായി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി വരുന്നതായി അഖിലേന്ത്യാ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി സച്ചാർ കമ്മിറ്റി മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയതോടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതായും ഹുസൈൻ മടവൂർ പറഞ്ഞു. അതായത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും ഈ മൈനോറിറ്റി ബാക്ക്വേർഡ് സമൂഹങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഫണ്ടും റിസർവേഷനും ഒക്കെ അനുവദിച്ചു തുടങ്ങിയപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ സമൂഹം മുന്നോട്ട് വരികയും ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. KNM എന്ന പേര് ഉപയോഗിക്കരുതെന്ന് തങ്ങളോട് കോടതി ആവശ്യപ്പെട്ടതായുള്ള ഒരു വിഭാഗം മുജാഹിദുകളുടെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞു. അതേസമയം ഒരേ പേരിൽ രണ്ട് സംഘടനകളുണ്ടായപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി KNM എന്ന പേരിനോടൊപ്പം മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്നാണ് കോടതി നിർദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ KNM ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവരാവശ്യപ്പെട്ടിരുന്നു. അത് കോടതി പറഞ്ഞത് അങ്ങനെ നിരോധിക്കാൻ കഴിയില്ല, അവർക്ക് KNM ഉപയോഗിക്കാം. അപ്പൊ ഇവരെ വക്കീല് പറഞ്ഞു, ഇപ്പൊ രണ്ട് സംഘടന അതിന് സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ രണ്ട് KNM എന്ന് പറഞ്ഞ ക്ലാരിറ്റി വേണ്ടേ. അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടാവാൻ എന്ത് ചെയ്യും? അതിന് കോടതി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സംഘടന KNM നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ അതല്ലാന്ന് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. തങ്ങളുടെ കൈവശമുള്ള പഴയ മുജാഹിദ് സ്ഥാപനങ്ങൾ മറുവിഭാഗത്തിന് കൈമാറേണ്ടതില്ലെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. ക്യാമറമാൻ സാലിഹിരുമ്പിയോടൊപ്പം ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.